നമസ്കാരം. കേരള നിയമസഭയിലെ യുവശബ്ദങ്ങളിൽ ശ്രദ്ധേയമായ ഒന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം വരെ എത്തിയ സംഘാടക മികവ്. അങ്കമാലി നിയോജക മണ്ഡലത്തിൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ ജനകീയനായ MLA ശ്രീ റോജി എം ജോൺ. അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത്. വെൽക്കം സർ, സ്വാഗതം. ഇത് മുഖ്യമന്ത്രിയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഏതാനും ചില ആളുകളുടെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പോലെ പോകുന്ന ഒരു ഭരണമാണ് എന്നുള്ളൊരു ചിന്ത CPM അണികൾക്കിടയിൽ പോലുമുണ്ട്. വ്യത്യസ്തമായിട്ടുള്ളൊരു അഭിപ്രായമാണെങ്കിലും അത് പ്രകടിപ്പിക്കാനായിട്ടുള്ള സ്പേസ് കോൺഗ്രസ് പാർട്ടിക്കകത്തുണ്ട്, അല്ലെങ്കിൽ UDF-നകത്തുണ്ട്. പക്ഷേ CPM-നകത്ത് അതില്ല. വികസനം എന്ന് പറയുന്നത് നമ്മൾ വലിയ കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കുന്നത് മാത്രമല്ല, നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങളിൽ നമുക്ക് കറക്റ്റ് ചെയ്യണം. ആദ്യം എന്തെങ്കിലുമൊക്കെ അക്രമങ്ങൾ നടക്കുന്നു, അല്ലെങ്കിൽ സമരങ്ങൾ നടക്കുന്നു, താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ കോലാഹലം നടക്കുന്നു എന്നതിൻ്റെ പേരിൽ ക്യാമ്പസ് രാഷ്ട്രീയം ഇല്ലാതാക്കലല്ല അതിൻ്റെ സൊല്യൂഷൻ. ഇപ്പോൾ മെയിൻ സ്ട്രീം പൊളിറ്റിക്സിൽ ഇതെല്ലാം നടക്കുന്നില്ലേ? സർക്കാർ ചെയ്യുന്ന വിവേചനപരമായിട്ടുള്ള രാഷ്ട്രീയമാണ്, അല്ലെങ്കിൽ നിയമത്തിൻ്റെ ദുരുപയോഗമാണ്. ഇത് രാഷ്ട്രീയത്തിൽ ഈ കേസുകളൊന്നും നിലനിൽക്കില്ല എന്നുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അങ്കമാലിയിൽ തന്നെ CPM-ന് പരമ്പരാഗതമായി വോട്ട് ചെയ്യുന്ന പല ആളുകളും എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്, ഇനി ഈ ഗവൺമെൻറ്റിനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, നിങ്ങൾ വരണം എന്ന് പറയുന്ന ആളുകൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ വലിയ തിരക്കുകൾക്കിടയിലാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. വളരെ സന്തോഷം. എങ്ങനെയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം? UDF-ന് അനുകൂലമാണോ? തെരഞ്ഞെടുപ്പ് സാഹചര്യങ്ങൾ UDF-ന് വളരെ അനുകൂലമാണ്. കേരളത്തിലെ കഴിഞ്ഞ 10 വർഷമായിട്ട് LDF ഗവൺമെൻറ്റാണ്. ജനങ്ങൾ ഇത്രയധികം ദുരിതത്തിലായിട്ടുള്ളൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. നമ്മളെവിടെ പോയാലും ആളുകൾ നമ്മളോട് എന്താ പറയുക, എങ്ങനെയെങ്കിലും ഈ പിണറായിനെ ഒന്ന് താഴെ ഇറക്കിയാൽ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആളുകൾ ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഈ LDF-നെ താഴെ ഇറക്കണം, കേരളത്തിലൊരു മാറ്റം വേണം എന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ മുമ്പിൽ ആ മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്ന മുന്നണി കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF ആണ് എന്നുള്ളത് ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് കേരളത്തിൽ UDF 100 സീറ്റിലധികം നേടി തിളക്കമാർന്ന വിജയം കൈവരിക്കുന്നു. സ്ഥാനാർത്ഥി നിർണയത്തോടൊപ്പം തന്നെ ഉയർന്നു വന്ന മറ്റൊരു പ്രധാന കാര്യമെന്ന് പറയുന്നത്, പലരും കാലങ്ങളായി UDF-ൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ചിലരെല്ലാം മറ്റു പാർട്ടികളിലേക്ക് കൂറുമാറ്റം നടത്തിയത്. അതിപ്പോൾ UDF മാത്രമല്ല, മറ്റു പാർട്ടികളിലും അത്തരം ഒരുപാട് സംഭവങ്ങളുണ്ടായി. CPM-ൽ നിന്നും ആണെങ്കിലും ഒത്തിരി പേര്, അതും വളരെ പ്രധാനപ്പെട്ട ആളുകൾ, സുധാകരനടക്കമുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് ഒരു കൂടുമാറ്റം നടത്തുമ്പോൾ അതിനെയൊക്കെ എങ്ങനെയാണ് റോജി നോക്കി കാണുന്നത്? വളരെയധികം ആളുകൾ CPM-നകത്ത് ഈ ഭരണം ഇങ്ങനെ പോയാൽ കഴിയില്ല, അല്ലെങ്കിൽ പാർട്ടിക്ക് പോലും ഇത് ഗുണകരമല്ല എന്ന് വിശ്വസിക്കുന്ന, ഇത് മുഖ്യമന്ത്രിയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഏതാനും ചില ആളുകളുടെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പോലെ പോകുന്ന ഒരു ഭരണമാണ് എന്നുള്ളൊരു ചിന്ത CPM അണികൾക്കിടയിൽ പോലുമുണ്ട്. ഇപ്പം G. സുധാകരനോ അല്ലെങ്കിൽ ഇപ്പോൾ P. ശശിയെ പോലുള്ള ആളുകളോ പറയുന്നതിനപ്പുറത്ത് ഞങ്ങളൊക്കെ പലപ്പോഴും നടക്കും. ഇപ്പോൾ അങ്കമാലിയിൽ തന്നെ CPM-ന് പരമ്പരാഗതമായി വോട്ട് ചെയ്യുന്ന പല ആളുകളും എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്, ഇനി ഈ ഗവൺമെൻറ്റിനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, നിങ്ങൾ വരണം എന്ന് പറയുന്ന ആളുകൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്രയധികമായിട്ട് സാധാരണ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു, കോൺഗ്രസിനെ സ്നേഹിക്കുന്നവർ മാറ്റം ആഗ്രഹിക്കുന്നു. ഈവൻ CPM-നോടൊപ്പം നിന്നിരുന്ന ആളുകൾ പോലും ഇന്ന് ഒരു മാറ്റം ആഗ്രഹിക്കുന്ന ഒരു കാലമാണ്. ഇപ്പോൾ G. സുധാകരനോ അല്ലെങ്കിൽ ഐഷ പോറ്റിയോ അങ്ങനെ ഏതാനും വ്യക്തികൾ മാത്രമല്ല, അതൊക്കെ നമ്മൾ അറിയപ്പെടുന്ന ഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ്. അങ്ങനെ ഐഡൻറ്റിഫൈഡ് അല്ലാത്ത നൂറുകണക്കിനല്ല ആയിരക്കണക്കിന് ആളുകൾ അത്തരത്തിൽ CPM-നകത്ത് അസംതൃപ്തരായിട്ടുള്ളവരുണ്ട്. അത് പറയുമ്പോൾ UDF-ലെ മുതിർന്ന നേതാക്കൾ പോലും പലപ്പോഴും പാർട്ടിയോടുള്ള പല അഭിപ്രായ വ്യത്യാസങ്ങളും പുറത്ത് തുറന്നു പറയുകയും അത് വലിയ പരസ്യ വിചാരണയ്ക്കൊക്കെ ഇടയാക്കും. അതൊരു ശരിയായ നടപടിയാണോ? ഇപ്പം കോൺഗ്രസ് UDF എന്ന് പറയുന്ന ഒരു കേഡർ സംവിധാനമല്ല, ഇതൊരു ജനാധിപത്യ സംവിധാനമാണ്. ഇവിടെ എല്ലാവർക്കും അഭിപ്രായം, ഇപ്പോൾ എനിക്ക് എൻ്റേതായിട്ടുള്ള അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ഇപ്പോൾ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു അഭിപ്രായമാണെങ്കിലും അത് പ്രകടിപ്പിക്കാനായിട്ടുള്ള സ്പേസ് കോൺഗ്രസ് പാർട്ടിക്കകത്തുണ്ട്, അല്ലെങ്കിൽ UDF-നകത്തുണ്ട്. പക്ഷേ CPM-നകത്ത് അതില്ല. CPM-നകത്ത് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു അഭിപ്രായം ഒരാൾ, അല്ലെങ്കിൽ പിണറായി വിജയന് എതിരായിട്ടൊരു അഭിപ്രായം ഒരാൾ പറഞ്ഞാൽ ആ ആൾക്ക് പാർട്ടിയിൽ നിൽക്കാൻ കഴിയില്ല. അവിടെ ഒരു ഏകാധിപത്യമാണുള്ളത്. ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഡൽഹിയിൽ നരേന്ദ്രമോദി എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഒരു കേരള പതിപ്പാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെതിരായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള അമർഷമുണ്ട്. ഇതിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഇത് പൊട്ടിത്തുടങ്ങിയാൽ നമ്മൾ പറയില്ല, പിന്നെ മാലപ്പടക്കം പോലെ ഇത് പൊട്ടുന്ന ഒരു കാഴ്ചയായിരിക്കും. പക്ഷേ കോൺഗ്രസ്സിൽ അതുണ്ടാവില്ല.
കാരണം കോൺഗ്രസ്സിൽ ആളുകൾ വ്യത്യസ്തമായ അഭിപ്രായമുള്ളവർക്ക് അത് പറയാം. അതിൻ്റെ പേരിൽ ഒന്നും പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല. ഒരാൾ തിരിച്ചൊരു അഭിപ്രായം പറഞ്ഞു വന്നതിൻ്റെ പേരിൽ പാർട്ടിക്കകത്ത് ആരെയും വിക്ടിമൈസ് ചെയ്യാനോ അല്ലെങ്കിൽ മാറ്റി നിർത്താനോ ഒന്നും പോകുന്നില്ല. കാരണം നമ്മുടേത് ഒരു ജനാധിപത്യ രാജ്യമാണ്. പാർട്ടികളും ഇൻറ്റേർണലി ഡെമോക്രാറ്റിക് ആവണം എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാവും. അഭിപ്രായം ഉള്ളിടത്താണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത്. അഭിപ്രായം പറയാൻ പറ്റാത്തിടത്ത് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ലല്ലോ. അതാണ് കോൺഗ്രസും CPM തമ്മിലുള്ള വ്യത്യാസം. കഴിഞ്ഞ 10 വർഷം അങ്കമാലിയിലെ MLA ആയിരുന്നു. ഈ കാലയളവിൽ അങ്കമാലിയുടെ വികസനത്തിന് വേണ്ടി താങ്കൾക്ക് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു, ചെയ്യാവുന്നതിന് പരമാവധി ചെയ്യാൻ പറ്റി എന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ടോ? വികസനം എന്ന് പറയുന്നത് നമ്മൾ വലിയ കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കുന്നത് മാത്രമല്ല, നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങളിൽ നമുക്ക് കറക്റ്റ് ചെയ്യണം. ആദ്യം അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? റോഡ്, വിദ്യാഭ്യാസം, കുടിവെള്ളം, ഇതൊക്കെയാണല്ലോ അടിസ്ഥാന സൗകര്യങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റോഡുകൾ മുഴുവൻ നമ്മൾ ഈ നിലയിലേക്കാക്കി. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു റോഡ്, ഇപ്പോൾ അങ്കമാലിയിൽ നമുക്ക് ഏത് മഴക്കാലത്തും നമുക്ക് ധൈര്യമായിട്ട് റോഡിലേക്ക് വണ്ടിയായിട്ട് പോകാം. ഇന്ന് ആ സാഹചര്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു ഇത്രയധികം റോഡുകൾ നമ്മൾ BMBC നിലവാരത്തിലേക്ക് ആക്കിയിട്ടുണ്ട്. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ മുക്കിലും മൂലയിലും, വികസനം മണ്ഡലത്തിൻ്റെ മുക്കിലും മൂലയിലും വരെ എത്തുക എന്നുള്ളതാണ്. അങ്കമാലി ടൗൺ കേന്ദ്രീകരിച്ച് മാത്രമല്ല, നിങ്ങൾ ഏത് പഞ്ചായത്തിൽ പോയാലും, മലയാറ്റൂർ പോയാലും അല്ലെങ്കിൽ കറൂറ്റിയിൽ പോയാലും പാറക്കടവിൽ പോയാലും അയ്യമ്പുഴയിൽ പോയാലും അയ്യമ്പുഴയുടെ അറ്റം വരെ നമ്മൾ ഇത്തരത്തിൽ റോഡുകൾ ചെയ്തിട്ടുണ്ട്, സ്കൂളുകൾ ചെയ്തിട്ടുണ്ട്. ഇനി കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ 115 കോടി രൂപയുടെ ഒരു പദ്ധതിയാണ് ഇപ്പോൾ അങ്കമാലി നിയോജകമണ്ഡലത്തിൽ മൊത്തമായി നടന്നുകൊണ്ടിരിക്കുന്നത്. വില്ലിത്തോട് പോയാൽ നിങ്ങൾക്ക് കാണാം, അവിടെ പുതിയ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റും വാട്ടർ ടാങ്കും ഒക്കെ പണിയുന്നു, താബൂറിൽ പണിയുന്നു. അങ്കമാലി കുടിവെള്ള പദ്ധതി പൂർണ്ണമായിട്ട് വിപുലീകരിക്കുക. ഇപ്പോൾ വേങ്ങൂർ നായത്തോട് റോഡിൽ, അതായത് നായത്തോട് നിന്ന് എയർപോർട്ടിലേക്ക് പോകുന്ന റോഡ് ഇപ്പോൾ വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുന്നത് നമ്മുടെ അങ്കമാലിക്ക് ആവശ്യം, അങ്കമാലി മെയിൻ പ്ലാന്റിലേക്ക് വാട്ടർ അതോറിറ്റിയുടെ സ്ഥലത്ത് അവിടെ പുതിയ വാട്ടർ ടാങ്കും ട്രീറ്റ്മെൻറ്റ് പ്ലാന്റും ഒക്കെ നിർമ്മിക്കുകയാണ്. അവിടേക്കുള്ള വെള്ളം പെരിയാറിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ഇത്രയും വലിയ വലിപ്പത്തിലുള്ള പൈപ്പ് ഇട്ട് വരുന്നത്. അപ്പോൾ അത് യാഥാർത്ഥ്യമാകുന്നതോടുകൂടി നമ്മുടെ കുടിവെള്ളത്തിന് എവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടോ അത് മൊത്തമായിട്ട് പരിഹരിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ കാലടി പാലം വർഷങ്ങളായി നടക്കാതെ പോയൊരു കാര്യം, അത് ഇപ്പോൾ പൂർത്തീകരണത്തിലേക്ക് വരുന്നു. അപ്പോൾ ഇങ്ങനെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് കുറേ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതാണ് നല്ലതെന്ന് ചോദിച്ചാൽ നമുക്കിതെല്ലാം വേണ്ടപ്പെട്ടത് തന്നെയാണ്. 2016 റോജി എം ജോൺ ആദ്യമായി അങ്കമാലി മണ്ഡലത്തിൽ മത്സരിക്കാനെത്തുന്നത്. അന്ന് താങ്കൾ തികച്ചും ഒരു പുതുമുഖമായിരുന്നു. അങ്കമാലിക്കാർക്ക് താങ്കളെ അത്ര പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിൽ പോലും വലിയൊരു സ്വീകാര്യതയാണ് റോജിക്ക് ഇവിടെ ലഭിച്ചത്. എനിക്ക് തോന്നുന്നു അന്ന് മുതൽ ഇന്ന് വരെയും വളരെ അടുപ്പമുള്ള ഒരാളോടെന്ന പോലെയാണ് റോജിയുടെ ആളുകൾ പെരുമാറുന്നത്. അതിപ്പോൾ ചെറിയ കുട്ടികളായാലും വലിയ മുതിർന്ന ആളുകളായാലും പ്രായമുള്ള മനുഷ്യരായാലും എല്ലാം വളരെ അടുപ്പം കാണിക്കാറുണ്ട്. എങ്ങനെയാണ് മനുഷ്യരെ ഇങ്ങനെ കയ്യിലെടുക്കുന്നത്? അല്ല, എനിക്ക് രാഷ്ട്രീയത്തിൽ ഇന്നുള്ള എല്ലാ അംഗീകാരങ്ങളും നൽകിയത് അല്ലെങ്കിൽ എന്നെ ഞാനാക്കിയത് അങ്കമാലിക്കാരാണ്. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഞാനിവിടെ ഇലക്ഷൻ മത്സരിക്കാൻ വരുമ്പോൾ ബഹുഭൂരിപക്ഷ ആളുകൾക്കും എന്നെ കൂടുതലായിട്ട് അറിയില്ലായിരുന്നു. ഞാനന്ന് NSU അഖിലേന്ത്യാ പ്രസിഡൻ്റായിരുന്നു. ഞാൻ അങ്കമാലി പ്രദേശത്ത് അതിനും വർഷങ്ങൾക്ക് മുമ്പ് താമസമാക്കിയിരുന്ന ഒരാളാണ്. പഠിച്ചത് എറണാകുളത്താണ്, തേവര കോളേജിലൊക്കെ ആയിരുന്നു. അവിടെ യൂണിയൻ ചെയർമാനായിരുന്നു. അതിനുശേഷം ഞാൻ അങ്കമാലിക്കടുത്ത് താമസമാക്കിയതാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും അങ്കമാലി രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നില്ല. ഞാൻ ദേശീയ രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിച്ച ആളാണ്. പക്ഷേ പാർട്ടി എനിക്കൊരു അവസരം തന്നു. ഞാൻ ഇവിടെ സ്ഥാനാർത്ഥിയായി വന്നു. ഞാൻ സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ അങ്കമാലിക്കാർക്ക് വേണമെങ്കിൽ എന്നെ സ്വീകരിക്കാം, എന്നെ തള്ളിക്കളയാം. പക്ഷേ എന്താ പറയുക, നിരുപാധികം എന്നെ സ്വീകരിച്ചവരാണ് അങ്കമാലിക്കാർ. അപ്പോൾ അവരുടെ സ്നേഹം എനിക്ക് ഒത്തിരി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ആ സ്നേഹം തിരിച്ചു കൊടുക്കാനാണ് ഞാനും ശ്രമിച്ചിട്ടുള്ളത്. താങ്കളുടെ ഒരു പ്രായവും കുറച്ച് അനുകൂലമായിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ആയിരിക്കാം. കാരണം ഇന്നത്തെ കാലഘട്ടം ആവശ്യപ്പെടുന്നത് യുവാക്കളെ, ചെറുപ്പക്കാർ രാഷ്ട്രീയത്തിലേക്ക് വരണം എന്നുള്ളതാണ്. അതെ, അങ്ങനെ ആളുകൾ എൻ്റെ ഒരു പ്രൊഫൈൽ നോക്കിയപ്പം ആളുകൾക്കത് സ്വീകാര്യമായിട്ടായിരിക്കുമല്ലോ അവർ നമ്മളെ വിജയിപ്പിച്ചത്. അപ്പോൾ ആ സ്നേഹം തിരിച്ചു കൊടുക്കാനായിട്ട് ഞാൻ എന്നും ശ്രമിക്കാറുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു MLA ആയി എന്നതിൻ്റെ പേരിൽ നമ്മൾ വലിയൊരു സ്ഥാനത്തെത്തി എന്നുള്ളൊരു തോന്നലല്ല. നമ്മൾ
MLA ആയി എന്ന് പറഞ്ഞാൽ നമ്മൾ ജനങ്ങളിൽ ഒരാൾ തന്നെയാണ്. നമ്മൾ അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കാനായിട്ട് ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ്. ഇപ്പം ഞാൻ എവിടെയും പോയിട്ട് നമ്മളൊരു MLA ഒരു അധികാരം കാണിക്കാനോ അല്ലെങ്കിൽ ഒരു സ്ഥാനത്തിൻ്റെ ഇതായിട്ടുള്ള ഒരു എന്താ പറയുന്നത് ഒരു അഹങ്കാരം കാണിക്കാനോ ഞാൻ ശ്രമിച്ചിട്ടില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരിക്കലും കാണിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഞാൻ അതുപോലെ തന്നെ ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യം, ഞാൻ ഇന്നിപ്പോൾ MLA ആണ്, നാളെ എന്താവും എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഞാൻ MLA ആയാലും ഞാൻ MLA അല്ലാണ്ടിരുന്നാലും ഞാൻ രാഷ്ട്രീയക്കാരനായാലും അല്ലെങ്കിലുമൊക്കെ ഞാൻ ഒരു വ്യക്തി റോജി എം ജോൺ എന്ന വ്യക്തി അത് ഇനി ഏത് സ്ഥാനത്തെത്തിയാലും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. അതിനകത്ത് മായം ചേർക്കാനോ അല്ലെങ്കിൽ എന്താ പറയുന്നത് അതിനകത്തൊരു വേറൊരു മുഖം ഉണ്ടാക്കാനോ ഫേക്ക് ചെയ്യാനോ ഒന്നും എനിക്ക് പറ്റില്ല. കുട്ടികൾ നമ്മളെ അവരുടെ ഒരു ചേട്ടനായിട്ട് ചിലപ്പം കാണുന്നവരുണ്ട്, അങ്കിളായിട്ട് കാണുന്നവരുണ്ട്. ഏറ്റവും കൂടുതൽ പ്രായമായ ആളുകളൊക്കെ ഒരു മകനെ പോലെ എന്നെ കാണുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഒത്തിരി പേര് എന്നോട് എന്നെ വിളിക്കും, മോനെ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ വിളിക്കുന്നവരൊക്കെ ഉണ്ട്. അവർ അതുപോലെ തന്നെ എന്നെ നിരന്തരം ഫോൺ വിളിക്കുന്ന ആളുകൾ, പ്രായമായ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരവരുടെ കുടുംബത്തിലെ രംഗത്തെ പോലെ നമ്മളെ കാണുന്നു. ഞാനും ആ രീതിയിൽ തന്നെയാണ് അവരോടൊക്കെ ഇടപെടുന്നത്. അപ്പോൾ നമ്മളെല്ലാവരെയും ഇപ്പം ഞാനൊരു സാധാരണക്കാരനാണ്, നമ്മൾ ഇടപെടുന്ന ആളുകളും സാധാരണക്കാരാണ്. അപ്പോൾ അവരോട് നമ്മൾ ആ നിലയിലുള്ളൊരു ഇടപെടലായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഇടപെടാനാണ് ഞാൻ എപ്പോഴും ശ്രമിക്കുന്നത്. അങ്കമാലിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ MLA ആണ് റോജി. അതുമാത്രമല്ല, വളരെ ഉയർന്ന വിദ്യാഭ്യാസം നേടിയ ഒരാൾ, JNUവിലൊക്കെ പഠിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ നമുക്കൊരു വലിയൊരു ബെനിഫിറ്റ് തന്നെയാണ്. അത് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ യുവാക്കൾക്ക് റോജി ഒരു വലിയ പ്രചോദനമായിട്ടുണ്ട്. രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്ന കാര്യത്തിലായാലും വിദ്യാഭ്യാസം നേടുന്ന കാര്യത്തിലായാലും എല്ലാം നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസമാണ്. അപ്പോൾ ഞാൻ ഇന്ന് എന്തായിരിക്കുന്നു, നാളെ ഞാൻ എന്താവണം എന്നുള്ള നമ്മുടെ ഒരു ലക്ഷ്യമുണ്ട്, നമ്മുടെ ഒരു യാത്രയുണ്ട്. ആ യാത്രയിൽ നമ്മുടെ ലക്ഷ്യം നേടാനായിട്ട് നമ്മളെ സഹായിക്കുന്നതിൽ വിദ്യാഭ്യാസത്തിന് വലിയ പങ്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു സാധാരണക്കാരനാണ്. ഞാനൊരു കുടിയേറ്റ മലയോര കർഷക കുടുംബത്തിൽ ജനിച്ച ആളാണ്. ഞാൻ ഒരു കിലോമീറ്ററുകൾ നടന്ന് സ്കൂളിൽ ഞങ്ങൾക്ക് പോകേണ്ടതായിട്ടുണ്ടായിരുന്നു 10ാം ക്ലാസ് വരെയൊക്കെ. അത്രയും റിമോട്ടായിട്ടുള്ളൊരു ഏരിയയാണ്. അവിടുന്ന് വന്ന് ഇന്ന് താൻ നേരത്തെ പറഞ്ഞതുപോലെ JNUവിലൊക്കെ പഠിക്കാനും പല യൂണിവേഴ്സിറ്റികൾ, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലും JNUവിലും ഒക്കെ പഠിച്ച് നല്ല വിദ്യാഭ്യാസം കിട്ടി, അതോടൊപ്പം രാഷ്ട്രീയവും കൊണ്ട് നടന്ന് ഇങ്ങനെ ഒരു സ്ഥാനത്ത് വന്നയാളാണ്. അപ്പോൾ ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട്, നമുക്ക് എഡ്യൂക്കേഷൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അതെ. അപ്പോൾ ഈ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി താങ്കൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഇവിടെ ഈ മണ്ഡലത്തിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്? കഴിഞ്ഞ 10 വർഷം നിങ്ങൾ പരിശോധിച്ചാൽ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പരമാവധി ഫോക്കസ് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്കൂളുകൾ. ഉദാഹരണം പറഞ്ഞാൽ പലർക്കും ചിലപ്പോൾ അറിയില്ല, നമ്മുടെ അങ്കമാലി നിയോജകമണ്ഡലത്തിൽ ഏകദേശം 24 സർക്കാർ സ്കൂളുകളാണുള്ളത്. ഈ 24 സർക്കാർ സ്കൂളുകളിൽ 17 സ്കൂളിനും ഈ 10 വർഷം കൊണ്ട് നമ്മൾ പുതിയ കെട്ടിടം പണിതിട്ടുണ്ട്. എല്ലാ സൗകര്യങ്ങളോടും കൂടിയ പുതിയ കെട്ടിടം. അതായത് 17 സർക്കാർ സ്കൂളുകൾക്ക് ഇത്രയധികം പുതിയ കെട്ടിടങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടം അങ്കമാലിയിൽ ഉണ്ടോ എന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ നിയോജകമണ്ഡലത്തിലുള്ള മുഴുവൻ സ്കൂളുകൾക്കും തന്നെ അവർക്ക് പാചകപ്പുര ആവശ്യമായി നമുക്ക് കൊടുക്കുന്നതിന് ഇപ്പം MLA ഫണ്ടിൽ നിന്ന് എന്ത് കൊടുക്കാൻ പാടില്ല എന്നുള്ള ഗൈഡ് ലൈൻസ് ഉണ്ട്. അതനുസരിച്ച് നമുക്ക് പെയ്ഡഡ് സ്കൂളുകൾക്ക് നമുക്ക് കൊടുക്കാവുന്നത് മാക്സിമം ഇപ്പോൾ ടോയ്ലറ്റ് ബ്ലോക്കോ അല്ലെങ്കിൽ പാചകപ്പുരയൊക്കെയാണ്. അപ്പോൾ അത് കൊടുക്കാവുന്ന എയ്ഡഡ് സ്കൂളുകൾക്കൊക്കെ അത് കൊടുത്തിട്ടുണ്ട്. സർക്കാർ സ്കൂളുകൾക്ക് നമുക്ക് ബിൽഡിംഗ് പണിയാം. അതാണ് ഞാൻ പറഞ്ഞ 17 സ്കൂളുകൾക്ക് ബിൽഡിംഗ് പണിതെന്ന് പറയുന്നത്. അതിനകത്ത് MP ഫണ്ടുണ്ട്, MLA ഫണ്ടുണ്ട്, നബാർഡിൻ്റെ ഫണ്ടുണ്ട്, സർക്കാരിൻ്റെ ഫണ്ടുണ്ട്. നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള MP-മാരുടെ ഫണ്ട് പോലും കൊണ്ടുവന്ന് ഇവിടെ സ്കൂൾ കെട്ടിടങ്ങൾ പണിയാനായിട്ട് വിനിയോഗിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കണ്ട ഒരു കാര്യം, കമ്പ്യൂട്ടറുകൾ വേണമെന്ന് പറഞ്ഞു. ഞാൻ നിയോജകമണ്ഡലത്തിലെ മുഴുവൻ സ്കൂളുകൾക്കും കമ്പ്യൂട്ടർ ഒരുമിച്ചാണ് കൊടുത്തത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ സ്പോർട്സ് കിറ്റ് കൊടുത്തു. എൻ്റെ അടുത്ത് 1-2 സ്കൂളുകാരാണ് ആവശ്യപ്പെട്ടത്, ഞങ്ങൾക്ക് കുറച്ച് സ്പോർട്സ് കിറ്റ് വേണമെന്ന്. അപ്പം ഞാൻ ആ 2 സ്കൂളിനെ എടുക്കുകയല്ല ചെയ്തത്. ഞാൻ അവിടുത്തെ നമ്മുടെ AEOനെ വിളിച്ചു. AEO കായിക അധ്യാപകരെ മുഴുവൻ വിളിച്ചു, നമ്മുടെ നിയോജകമണ്ഡലത്തിലുള്ള സ്കൂളുകളിൽ. അവരുമായി ഡിസ്കസ് ചെയ്ത് അവരോട് ചോദിച്ചു എന്താണ് വേണ്ടതെന്നുള്ളത്. അങ്ങനെ അവർ പറഞ്ഞതനുസരിച്ച് നമ്മുടെ നിയോജകമണ്ഡലത്തിലെ മുഴുവൻ സർക്കാർ എയ്ഡഡ് സ്കൂളുകൾക്കും ഏകദേശം 60-ലധികം സ്കൂളുകൾക്ക് സ്പോർട്സ് കിറ്റ് കൊടുത്തു. അതായത് ഒരു സ്കൂളിന് തന്നെ 50,000 രൂപയ്ക്ക് അധികം വരുന്ന സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്.
അങ്ങനെ അത് എല്ലാ സ്കൂളുകൾക്കും കൊടുത്തു. അങ്ങനെ നമുക്ക് വിദ്യാഭ്യാസപരമായിട്ട് ഈവൻ അത് അംഗൻവാടികളിൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 2 ആഴ്ചക്കിടയിൽ ഞാൻ ഏതാണ്ട് 3 അംഗൻവാടി കെട്ടിടങ്ങൾ പുതിയത് MLA ഫണ്ടിൽ നിന്ന് പണിത് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ അംഗനവാടികൾ മുതൽ നമുക്ക് സ്കൂളുകൾ, നമുക്ക് വിദ്യാഭ്യാസപരമായിട്ട് മേഖലയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് അതിൽ കൊടുത്തിട്ടുണ്ട്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്ന് ദേശീയ നേതൃത്വം വരെ എത്തിയ ആളാണ്. അതിനുശേഷമാണ് താങ്കൾ കേരള രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു കലാലയ രാഷ്ട്രീയം കൂടുതലും കലാപ രാഷ്ട്രീയമായി മാറുന്നു എന്നാണ് പൊതുജന അഭിപ്രായം. അതുകൊണ്ട് തന്നെ കലാലയത്തിൽ രാഷ്ട്രീയം നിരോധിക്കണം എന്നുവരെ ആവശ്യപ്പെടുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. എന്താണ് കലാലയ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള താങ്കളുടെ അഭിപ്രായം? ഇപ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്ന്, വിദ്യാർത്ഥികൾ രാഷ്ട്രീയം എന്താണെന്ന് മനസ്സിലാക്കുകയും അതിൻ്റെ ഭാഗമാകണമെന്നും ആഗ്രഹിക്കുന്ന ആളാണ് ഞാനൊക്കെ. കാരണം ഞങ്ങളൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്നവരാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയം, ക്യാമ്പസ് പൊളിറ്റിക്സ് ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഞാനിന്നൊരു MLA ആയി ഇവിടെ നിൽക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ മറ്റ് പല സംസ്ഥാനങ്ങളിലൊക്കെ നാടുകളിലൊക്കെ നടക്കുന്നത് പോലെ ഇത് കുറേ കുടുംബങ്ങൾ മാത്രമായി മാറുമായിരുന്നു. അപ്പോൾ ഞാനൊരു സാധാരണക്കാരനാണ്, എൻ്റെ അപ്പൻ കൃഷിക്കാരനാണ്, വീട്ടിലാരും പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ല. എന്നിരുന്നാലും ഞങ്ങൾക്കൊക്കെ കടന്നു വരാൻ സാധിച്ചത് ക്യാമ്പസ് പൊളിറ്റിക്സ് ഉണ്ടായതുകൊണ്ടാണ്. ഇനി ക്യാമ്പസ് പൊളിറ്റിക്സിൽ എന്തെങ്കിലുമൊക്കെ അക്രമങ്ങൾ നടക്കുന്നു, അല്ലെങ്കിൽ സമരങ്ങൾ നടക്കുന്നു, താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ കോലാഹലം നടക്കുന്നു എന്നതിൻ്റെ പേരിൽ ക്യാമ്പസ് രാഷ്ട്രീയം ഇല്ലാതാക്കലല്ല അതിൻ്റെ സൊല്യൂഷൻ. ഇപ്പോൾ മെയിൻ സ്ട്രീം പൊളിറ്റിക്സിൽ ഇതെല്ലാം നടക്കുന്നില്ലേ? അതല്ല, വിദ്യാർത്ഥികളെ പലപ്പോഴും ഈ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുമ്പോൾ ഈ പ്രവർത്തിക്കുന്ന സംഘടനകളിലുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി സമരത്തിനും പ്രതിഷേധങ്ങൾക്കും എല്ലാം പോകേണ്ടി വരികയും പലപ്പോഴും ജയിലിലാകുന്ന വരെ സാഹചര്യങ്ങളുണ്ട്. ഇതൊക്കെ അവരുടെ ഭാവിയെ ബാധിക്കില്ലേ? ഇപ്പം മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിൽ തല്ല് നടക്കുന്നുണ്ട്, അടിപിടി നടക്കുന്നുണ്ട്, കോലാഹലങ്ങൾ നടക്കുന്നുണ്ട്, ബഹളങ്ങൾ നടക്കുന്നുണ്ട്, സമരങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് എന്നാൽ ഇനി രാഷ്ട്രീയം വേണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതെല്ലായിടത്തും ഉണ്ട്. നമുക്കിതിനെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളത് നമ്മൾ നോക്കണം. ക്യാമ്പസ് പൊളിറ്റിക്സിനെ നമുക്ക് കാലഘട്ടത്തിനനുസൃതമായിട്ട് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. പക്ഷേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് എന്നതിൻ്റെ പേരിൽ അത് ഇല്ലാണ്ടാക്കുകയല്ല വേണ്ടത്, അതിനെ ഇമ്പ്രൂവൈസ് ചെയ്യാൻ നോക്കുക. പിന്നെ ഈ പറഞ്ഞതുപോലെ അകാരണമായിട്ട് കേസുകൾ ഉണ്ടാകുന്നു. ഇപ്പോൾ KSU പ്രവർത്തകർക്കെതിരെ കേസുണ്ടാകുന്നു. ഇപ്പോൾ KSU പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും സമരം ചെയ്യുമ്പോൾ അവരെ ആക്രമിക്കുന്ന ആളുകൾ അത് രക്ഷാപ്രവർത്തനമാണെന്ന് പറയുകയും യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും പ്രവർത്തകർക്കെതിരെ കൊലക്കുറ്റം, വധശ്രമം അങ്ങനെയൊക്കെയുള്ള ചാർജസ് ചുമത്തുകയൊക്കെ ചെയ്താണ് പോകുന്നത്. അതൊക്കെ സർക്കാർ ചെയ്യുന്ന വിവേചനപരമായിട്ടുള്ള രാഷ്ട്രീയമാണ്, അല്ലെങ്കിൽ നിയമത്തിൻ്റെ ദുരുപയോഗമാണ്. ഇത് രാഷ്ട്രീയത്തിൽ ഈ കേസുകളൊന്നും നിലനിൽക്കില്ല എന്നുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ഇത് ഈ വിദ്യാർത്ഥികളെയൊക്കെ ഉപദ്രവിക്കാൻ വേണ്ടി, രാഷ്ട്രീയമായിട്ട് അവരെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി പോലീസിനെയൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇത് ജനങ്ങൾ തിരിച്ചറിയും, ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്. ഇപ്പോൾ CPMൻ്റെ ആളുകൾ, DYFIയുടെ ആളുകൾ പോലീസിനെ ആക്രമിക്കുകയാണ്. പോലീസിൻ്റെ പിന്നാലെ നടന്ന് ഒരു ഷോപ്പിംഗ് മാളിൽ ഫാമിലിയോടൊപ്പം വന്ന ഒരു പോലീസുകാരനെ DYFIക്കാർ വന്നിട്ട് ആക്രമിക്കുകയാണ്, അല്ലെങ്കിൽ SFIക്കാർ വന്ന് ആക്രമിക്കുകയാണ്. അവർക്കെതിരെ കേസില്ല. ആ ആക്രമിക്കപ്പെടുന്ന പോലീസുകാരനെതിരെയാണ് കേസ്. മറുവശത്ത് KSU കരിങ്കൊടി കാണിച്ചു വന്നതിൻ്റെ പേരിൽ അവർക്കെതിരെ കേസ്. ഇപ്പോൾ കരിങ്കൊടി കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ, ജനാധിപത്യത്തിൽ അതൊരു പ്രതിഷേധത്തിൻ്റെ ഒരു മാർഗമാണ് അല്ലേ? ഇപ്പോൾ നമ്മളൊരാൾ ഇപ്പോൾ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ അതിനെ നമ്മൾ അവരുടെ ചിലപ്പോൾ നമ്മൾ കറുത്ത വസ്ത്രം ധരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ കറുത്ത കൊടി ഉയർത്തുന്നു എന്നൊക്കെ പറയുന്നത് അതൊക്കെ പ്രതീകാത്മകമാണ്. ഇപ്പോൾ കറുത്ത കൊടി കണ്ടതിൻ്റെ പേരിൽ ഇവിടെ ആർക്കും വേറൊന്നും സംഭവിക്കേണ്ട കാര്യമില്ലല്ലോ. അതൊക്കെ ജനാധിപത്യത്തിലുള്ള ദീസ് ആർ ഓൾ ഫോംസ് ഓഫ് പ്രൊട്ടസ്റ്റ്. അപ്പോൾ അതിനെ ആ രീതിയിൽ കാണാനുള്ള ഒരു ജനാധിപത്യ മര്യാദയില്ലാത്ത ഒരു ഗവൺമെൻറ്റാണ്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നരേന്ദ്രമോദിയുടെ കേരള പതിപ്പാണ്. അവർക്ക് ജനാധിപത്യപരമായിട്ടുള്ള എതിർപ്പുകളെയോ സമരങ്ങളെയോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളെയോ ഒന്നും മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ ഉള്ള ഒരു സഹിഷ്ണുതയില്ല. അപ്പോൾ പക്ഷേ ഇതിൻ്റെയൊക്കെ എന്താ സൊല്യൂഷൻ എന്താണ്? ഇപ്പോൾ നമുക്ക് ഒരു ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗവൺമെൻറ്റിനെ കറക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഈ 5 വർഷക്കാലം തെറ്റുകൾ തിരുത്താനായിട്ട് നമുക്ക് ശ്രമിക്കാം. തെറ്റുകൾ തിരുത്താൻ ശ്രമിക്കുമ്പോൾ അത് തിരുത്തപ്പെടുന്നില്ലെങ്കിൽ പിന്നെ ജനങ്ങളുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തെറ്റിനെ മാറ്റി ശരിയെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, LDF എന്ന തെറ്റിനെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ മാറ്റി നിർത്തുകയും UDF എന്ന ശരി തിരിച്ചു വരികയും ചെയ്യും.